welcome back to another episode of Nanma's World of Books, the book world. അപ്പോൾ ഇന്ന് മുതൽ, അതായത് ഇന്ന് 7-ാം തീയതി മുതൽ നമ്മുടെ നിയമസഭാ പുസ്തകോത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ എന്തായാലും ഞാൻ പോവുമല്ലോ. ഓഫ്കോഴ്സ് ഞാൻ പോകും. കാരണം ഞാൻ ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും മുടക്കാതെ പോയിട്ടുണ്ട്. അതൊരു ഫാക്റ്റാണ്. ഒരു ദിവസമല്ല, ഞാൻ മിക്ക ദിവസവും പോകാറുണ്ട് പുസ്തകോത്സവം നടക്കുമ്പോൾ കാണാൻ. അതിൽ എന്താ പറയുക, പ്രഭാഷണങ്ങൾ കേൾക്കാൻ, ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഇപ്പം കാക്ഷരോത്സവം, നിയമസഭാ പുസ്തകോത്സവം, ഇതേപോലെ കുറേ ഇവൻറ്റുകളുണ്ടല്ലോ. അപ്പോൾ എനിക്കിതിനൊക്കെ പോയിരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പോൾ ഞാൻ ഇത്തവണയും ഇന്ന് പോയി. ഫസ്റ്റ് ഡേ ആണ് ഇന്ന് പോയി. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ നാളെ എന്തായാലും പോവും. അതിൻ്റെ റീസൺ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ എന്തായാലും ഞാൻ വാങ്ങിച്ചു കൂട്ടും പുസ്തകങ്ങൾ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ 15 പുസ്തകങ്ങൾ ഞാൻ ഇത്തവണ വാങ്ങിച്ചില്ല. 15 കൂടുതൽ കഴിഞ്ഞ വട്ടം വാങ്ങിച്ചു, പക്ഷെ അത്രയും പുസ്തകങ്ങൾ ഞാൻ ഇത്തവണ വാങ്ങിച്ചില്ല. ഇത്തവണ ഞാനൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് അതിനുള്ളിൽ ചുമ്മാ വാങ്ങിച്ചു കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പുസ്തകങ്ങളും ശരിക്കും ഒരു കടയിൽ നല്ല എല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഒരു സ്റ്റോളിൽ നല്ല എല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എല്ലാം കണ്ടോ കവറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കവറിലോട്ട് എല്ലാ ബുക്കും മാറ്റി, കാരണം എടുക്കാനുള്ള ഒരു എളുപ്പത്തിന്. അപ്പോൾ ഞാൻ വാങ്ങിച്ച പുസ്തകങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബഡ്ജറ്റ് എത്രയായിരുന്നു ഞാൻ പറയാം, ഞാൻ ഇടയ്ക്ക് വെച്ച് പറയാം, ഇത് കാണിച്ച് തുടങ്ങിയിട്ട് പറയാം. കഴിഞ്ഞ വട്ടം ഞാൻ ഓരോ സ്റ്റോളിൽ കയറും, നോക്കും, 1-2 ബുക്ക് വെച്ചെടുക്കും, അടുത്ത സ്റ്റോളിൽ പോകും, 1-2 ബുക്ക് വെച്ചെടുക്കും, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ എന്ത് വിചാരിച്ചു, അങ്ങനെ ആവരുതെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചത് എന്താ പറയുക, കുറച്ച് സെലക്റ്റീവായിട്ട് അങ്ങനെ ഞാൻ ബുക്ക് വാങ്ങിക്കുന്നതിനല്ല ഞാൻ പറയുന്നത്, ബട്ട് വെറുതെ വാങ്ങിച്ചു കൂട്ടാതെ വായിച്ചിട്ട് അടുത്ത പുസ്തകങ്ങളിലോട്ട് പോകാം. കാരണം ഇപ്പം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഉള്ള ശക്തവും വ്യക്തവുമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ 1-2 ബുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയിട്ട് എത്ര ബുക്കാണ് വാങ്ങിച്ചത് കാണിച്ചു തരാം. എനിവേ, നമുക്ക് ഉള്ളിലോട്ട് എന്തായാലും ബുക്ക് കണ്ടാൽ വാങ്ങിക്കും. പിന്നെ എനിക്ക് ബുക്ക് വാങ്ങിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ബുക്കൊക്കെ നോക്കി അതിൻ്റെ ഒരു മണമൊക്കെ ഇങ്ങനെ എന്താ പറയുക ആസ്വദിച്ച് അതിനെയൊക്കെ തൊട്ട് ആ ഒരു ഫീൽ, ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഒരുമിച്ച് കാണുന്നത് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ആദ്യത്തെ ബുക്ക് ഇത് എവിടെ നിന്ന്, ഏതോ സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചതെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ല. ഇത് സാമ്രാട്ട് പബ്ലിഷേഴ്സിൻ്റെ ആണ് ഈ ഒരു പുസ്തകം. സ്റ്റോള് അത് തന്നെയായിരിക്കും, അവർ തന്നെയായിരിക്കും. ഈ ബുക്കിൻ്റെ പേര് ഇതാണ്. ഞാൻ നിയമസഭയിൽ ആദ്യം വാങ്ങിക്കുന്ന, അവിടെ നിന്ന് ആദ്യം പുസ്തകോത്സവത്തിൽ നിന്ന് ആദ്യം ഈ ചെന്താണ്. അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിക്കണ ബുക്ക് ഇതാണ്. ആൻഡ് ദ നെയിം ഈസ് പഴഞ്ചൊല്ലിലെ മധുര കഥകൾ. ഇത് എഴുതിയിട്ടുള്ളത് ഷാജി മാലിപ്പാറ എന്ന് പറയുന്ന ഒരു സാറാണ്. സോ ഇതെനിക്ക് കണ്ടപ്പോൾ എന്തോ ഈ ബുക്കിനോടൊരു ഇതല്ല ഞാൻ ആദ്യം വാങ്ങിക്കുന്ന ബുക്ക്. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ സ്റ്റോറി പറയട്ടെ, എന്നിട്ട് അതിലേക്ക് പോകാം. ഓക്കെ, ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്റ്റോറി ആയിട്ടൊന്നുമല്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു എന്താ പറയുക, പഴഞ്ചൊല്ല് എന്നുള്ളത് എനിക്ക് എന്തോ ക്ലിക്കായി എന്നാൽ നമുക്കൊരു ഇത് വരില്ലേ, അതായത് ഓക്കെ വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ സംഭവമാണ് എനിക്ക് തോന്നിയത്. അപ്പം ആ ത്വര തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതായത് ഐ ലവ് റീഡിങ് ഷോർട്ട് സ്റ്റോറീസ്. എനിക്ക് ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം പ്രത്യേകിച്ച് മലയാളം, ഐ ലവ് റീഡിങ് മലയാളം ബുക്സ്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഫുള്ള് ഞാൻ മലയാളമായിരുന്നു വാങ്ങിച്ചത്. ആകെ ഒരു ഐ ലവ് പാരീസാണ് ഞാൻ ഇംഗ്ലീഷിൽ വാങ്ങിച്ചത്, അത് വായിച്ചെടുത്തു. എനിവേ, എനിക്ക് പോയിന്റിൽ നിന്ന് പോകുന്നു. എന്തായാലും ഞാൻ പോയിന്റിലോട്ട് വരാം. സോ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്കിത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി വായിക്കാൻ. ആ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് പഴഞ്ചൊല്ലിലെ മധുര കഥകൾ. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഇനി വാങ്ങിക്കത്തില്ല അടുത്ത വട്ടം പോകുമ്പോൾ, ബിക്കോസ് ഇതാദ്യം വായിച്ച് തീരട്ടെ. ഇത്രയും ബുക്ക് ഇരിക്കുകയല്ലേ കയ്യിൽ. ഇതാണ് മൈ ഫസ്റ്റ് പർച്ചേസ് ഓഫ് 2024, മൈ ഫസ്റ്റ് ബുക്ക് ഹൗൾ എന്നൊക്കെ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ബുക്ക്. ഫസ്റ്റ് അല്ല, ഇത് സെക്കൻഡ് ബുക്കാണ്. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം.
സോ ഇത് വാങ്ങിച്ചപ്പോൾ ഇത് ആക്ച്വലി ഇതിന് 110 രൂപയാണ് ഇതിൽ MRP കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് 90 റുപ്പീസിന് കിട്ടി. 90 റുപ്പീസ്. സോ യാ, ഞാൻ ആദ്യം വാങ്ങിച്ച ബുക്കെന്ന് പറയുന്നത്. സോ ഞാൻ അടുത്ത വാങ്ങിച്ച ബുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഇനി മാറിപ്പോന്നു. ആദ്യമായിട്ട് വാങ്ങിച്ച ബുക്ക് ഇതാണ്, ബഷീറിൻ്റെ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ബഷീറിൻ്റെ ബുക്ക്സ് ഞാൻ നല്ല അടിച്ചു പൊളിച്ച് വായിക്കാറുണ്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി, എല്ലാവർക്കും ഇഷ്ടമാണ്. പാത്തുമ്മാടാട്, ബാല്യകാലസഖി, പിന്നെ ഏതാ കുറേ വായിച്ചു. ഈ അടുത്ത വിശ്വവിഖ്യാതമായ മൂക്ക്. എനിക്ക് ഭാർഗവീ നിലയം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ അതവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അത് ഞാൻ വാങ്ങിച്ചില്ല. അതെന്തുകൊണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഞാൻ ഈ പുസ്തകങ്ങളുടെയൊക്കെ ഇടയിലായിപ്പോയി, അപ്പം ഞാനത് വാങ്ങിച്ചില്ല. എന്തായാലും അവിടെ നിൽക്കട്ടെ. വാങ്ങിച്ചതിൽ മിക്കതും ഞാൻ ബഷീറിൻ്റെ എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ മിക്കവാറും റിവ്യൂ ഇട്ടിട്ടില്ല. അത് പാത്തുമ്മാടാടും സർപ്പഞ്ഞെന്തോ റിവ്യൂ ഇട്ടിട്ടുണ്ട്. പക്ഷേ വിശ്വവിഖ്യാതമായ മൂക്ക് ഞാൻ അടുത്ത് തന്നെ റിവ്യൂ ഇടാം. കുറേ ഞാൻ റിവ്യൂ ഇട്ടിട്ടില്ല. ഞാൻ കുറേ വായിച്ച് വെച്ചിരിക്കുന്നു ബഷീറിൻ്റെ. സെറ്റാണ് ബഷീറിൻ്റെ ബുക്സ് എന്ന് പറയുന്നത്. ഞാൻ എവിടെ പോയാലും ഒരു ബുക്കെങ്കിലും വായിക്കും. എന്തായാലും നമുക്കപ്പം ബഷീർ, ഇതാണ് ഞാൻ ആദ്യം. അപ്പോൾ എൻ്റെ കഥ എന്താണെന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ അമ്മൂമ്മയും കൂടെയാണ് ഇത് കാണാൻ പോയത്. നിയമസഭാ പുസ്തകോത്സവം, അക്ഷരോത്സവം അത് മാറിപ്പോയതാണ്. നിയമസഭാ പുസ്തകോത്സവം കാണാൻ പോയത് ഞാനും എൻ്റെ അമ്മൂമ്മയും കൂടെയാണ്. അപ്പം ആദ്യം ഞങ്ങൾ ജസ്റ്റ് ഒരു റൗണ്ട് ചുറ്റി, കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ആലു ചേച്ചിയുടെ, ഞങ്ങളുടെ ഒരു എന്താ പറയുക റോൾ മോഡലും മെൻറ്ററും ഒക്കെ ആയിട്ടുള്ള ആലു ചേച്ചിയുടെ രണ്ടാമത്തെ ബുക്കിൻ്റെ റിലീസായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അവിടെ പോയത്. പുസ്തകോത്സവം കാണാൻ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല, ചേച്ചിയുടെ ഒരു ബുക്ക് റിലീസിന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണാൻ കൂടിയാണ് പോയത്. അപ്പോൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മൂമ്മയായിട്ടൊന്ന് പോയി. നമ്മൾ നേരത്തെ പോയിരുന്നു. അപ്പം ഞാൻ അവിടെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ചേച്ചിയുടെ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും കറക്റ്റ് ടൈമിന് അവിടെ എത്തി, ഒരു 10 മിനിറ്റ് മുമ്പേ എത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ വാങ്ങിച്ച ബുക്കാണ് ഭൂമിയുടെ അവകാശികൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മൂമ്മയെ കൊണ്ട് മറ്റേ ശങ്കരൻ നാരായണൻ നമ്പി ഹാളിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് അവിടെ ഒരു പ്രോഗ്രാം കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ചുറ്റണം, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഓക്കെ ശരി, അമ്മൂമ്മ അവിടെ ഇരുന്നു, ഞാൻ പോയിട്ട് വരാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മിന്ന എന്ന് പറഞ്ഞിട്ട്. ഓളും ഞാനും കൂടെ ഫുള്ള് ചുറ്റാൻ പോയി. അപ്പം അതാണ് കഥ. അപ്പം ആദ്യം വാങ്ങിച്ചത് ഇതാണ്, എന്താ പറയുക, തുടക്കത്തിൻ്റെ മുമ്പത്തെ തുടക്കമാണിത്. എന്നിട്ടാണ് ഞാൻ ശരിക്കുള്ള പർച്ചേസിങ് തുടങ്ങിയത്. അപ്പോഴുള്ള ആദ്യത്തേനാണ് ഇവൻ. അങ്ങനെ 2 പുസ്തകങ്ങൾ ആയി. അടുത്ത ബുക്ക് ഞാൻ ഓർഡറിന് കാണിക്കാം. ഞാൻ പറഞ്ഞില്ല ഒരുപാട് പുസ്തകങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അടുത്തത് ഓക്കെ. അടുത്ത ഇതാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന പുസ്തകം. ഇത് എഴുതിയിട്ടുള്ളത് M. മുകുന്ദൻ എന്ന് പറയുന്ന സാറാണ്. സാർ വളരെ ഫേമസ് ആയിട്ടുള്ള ഓത്തറാണല്ലേ. അപ്പോൾ എനിക്ക് സാറിനെ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അവിടെ വെച്ച് ഞങ്ങൾ എന്താ പറയുക സാറിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള. അപ്പോൾ ഇവിടെ ഫോട്ടോ കൊടുക്കണം, കണ്ടല്ലോ. സോ അങ്ങനെ സാറിനെ കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴാണ് ഈ ഒരു പുസ്തകം കാണുന്നത്. ഞാനും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ പുസ്തകം ഓരോ കോപ്പി വാങ്ങിച്ചു. അപ്പോൾ നോക്കുമ്പോൾ സാർ ദേ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നു. ഞങ്ങൾ ഓടിപ്പോയി ഒരു പേന, പെട്ടെന്ന് നമ്മൾ പൈസ എടുത്തിട്ട് ബുക്ക് തന്നെ 100 രൂപ ബുക്ക് തന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു പേനയും വാങ്ങിച്ചു, ഓടിപ്പോയി സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു. നന്മയ്ക്ക് സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് സാറ് ഓട്ടോഗ്രാഫി തന്നു. കാണാമോ? ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തേക്കാം. എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ആ ഒരു ബുക്കിനെ പറ്റി പറയാനുള്ളത്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു എവ്രി വൺ, ടു ദ യൂണിവേഴ്സ്. എന്താ പറയുക, എനിക്കിങ്ങനെ ഓതേഴ്സിനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇൻട്രാക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു വൈബാണത്. എന്തായാലും എവിടെ ഇരിക്കട്ടെ, എൻ്റെ തൊണ്ട ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു വന്നിട്ട് ലാസ്റ്റ് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയും കൂടെ. ഓക്കെ, ഇതെന്താ അടുത്ത പുസ്തകമാണിത്. ബില്ല് ഇത് ആക്ച്വലി 250 രൂപയുടെ പുസ്തകമാണ്. നമുക്ക് 200 രൂപയ്ക്ക് തന്നു. ഓക്കെ, ഈ ഒരു പുസ്തകത്തിൻ്റെ വില ഞാൻ പറയാം 120 100 രൂപയ്ക്ക് തന്നു. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 110 രൂപ. ഇത് 90 രൂപയ്ക്ക്, ഇതും 90 രൂപയ്ക്ക്. ഇതിൻ്റെ വില 100 രൂപയാണ്, 10 രൂപ വർഷം 90 രൂപ. ഭയങ്കര ഡിസ്കൗണ്ട് അല്ല, പക്ഷേ ഇതിന് എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടി. ചേതൻ ഭഗത്തിൻ്റെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു കോപ്പി തന്നെ. എന്തോ സമ്മാനക്കുപ്പൻ.
ഒറിജിനൽ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. അപ്പം ചേതൻ ഭഗത്തിൻ്റെ വൺ അറേഞ്ച്ഡ് മാരേജ് മർഡർ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ നാളെ ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ കൈ നിറയ്ക്കുന്നടാ. സോ കുറേ നാളെ ഇത് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചു. ഫൈനലി ഐ ബ്രോട്ട് ദിസ്. ചേതൻ ഭഗത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാനിപ്പോൾ ഇടയ്ക്ക് വെച്ച് വായിച്ചിരുന്നു. അപ്പോൾ ഇതും എൻ്റെ കളക്ഷൻ ചേതൻ ഭഗത് കളക്ഷനിലേക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത് തന്നെ വായിച്ച് റിവ്യൂ ഇടും. ബിക്കോസ് ഐ എം ജസ്റ്റ് ക്യൂരിയസ് ടു റീഡ് ദിസ് ബുക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ കൈ വരയ്ക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചതാണ്. അത് ജസ്റ്റ് ഞാൻ ലാസ്റ്റായിട്ട് വാങ്ങിക്കണം എന്ന് മനസ്സിൽ ഓർത്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചെടുക്കാം. ഓക്കെ, ലാസ്റ്റ് ബുക്ക്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇനി ഉണ്ട്. ഇത് എച്ചിമി. ഇത് എഴുതിയിട്ടുള്ളത് അഞ്ജലി മാം ആണ്. അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി പറയാനാണെങ്കിൽ അഞ്ജലി മാമിൻ്റെ ഈ ഒരു ബുക്ക് വാങ്ങിക്കണം, അതായത് അഞ്ജലി മാമിൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പോയ സ്റ്റോളിൽ കണ്ട ബുക്കായിരുന്നു ഇത്. പക്ഷേ ഈ ബുക്കിൻ്റെ വില 30 രൂപയായിരുന്നു. എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ലാസ്റ്റ് കറങ്ങി വന്നിട്ട് വാങ്ങിക്കാം ഒരു ബുക്ക് എന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് ഞാൻ പോയിട്ട് എന്താ പറയുക ഈ അറേഞ്ച് മാരേജ് മർഡർ വാങ്ങിച്ചിട്ട് തിരിച്ച്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ലാസ്റ്റ് ബുക്ക്. പക്ഷേ ഞാൻ തിരിച്ച് കറങ്ങി എൻ്റെ അമ്മൂമ്മയുടെ അടുത്തോട്ട് പോകുന്ന നേരമാണ് ഞാൻ ഇത് ഓർത്തത്. ഞാൻ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു, ഇത് വാങ്ങിച്ചു. ഇത് 30 രൂപയാണ്. എനിക്ക് 25 രൂപയ്ക്കാണ് അവർ ഈ ബുക്ക് തന്നത്. ആൻഡ് പ്ലസ് എനിക്ക് അവരൊരു ബുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഐ എം സോ ഹാപ്പി ബ്രോ. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതേപോലെ ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ സാധിക്കട്ടെ. എന്തായാലും ബില്ലുകളാണ് മാസം കുറേ ബുക്കിന് വേണ്ടി ചിലവായിരുന്നു. കുഴപ്പമില്ല. I'm happy. I'm not regretting in any of these decisions. Or I'm not regretting because I brought this stuff. But I'm so happy because എനിക്ക് ഇത്രയും ബുക്ക് വാങ്ങിക്കാൻ പറ്റിയല്ലോ. എനിക്കിനി വാങ്ങിക്കാൻ പറ്റട്ടെ, വായിക്കാൻ പറ്റട്ടെ, റിവ്യൂ ഇടാൻ പറ്റട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. അപ്പോൾ നാളെ എന്താ പരിപാടി എന്നല്ലേ, അതൊരു ആങ്കറിങ് പ്രോഗ്രാമാണ്. അത് ഞാൻ ഇടാം, നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഒക്കെ ഇടാം ഞാൻ. സോ എനിവേ കുറച്ചുകൂടെ യൂട്യൂബിൽ ആക്റ്റീവ് ആവണം അല്ലേ. നോക്കട്ടെ, 2025. സോ അത്രയേ ഉള്ളൂ. ഈ ഒരു ബുക്കിനെ പറയാണ് അല്ല സോറി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും ബുക്സ് ആണ് കൊണ്ടുവന്നല്ല വാങ്ങിച്ചത്. പ്ലസ് ഇതെനിക്ക് ഫ്രീ കിട്ടി. ഐ എം സോ ഹാപ്പി. അപ്പം അത്രയേ ഉള്ളൂ. So stay tuned. This is Nanma's World of Books signing off. Bye. അടുത്ത ദിവസം അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.